20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പരീക്ഷണത്തിലെ നായകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയാണ് വ്ളാഡിമർ ഇല്ലിച്ച് ലെനിൻ. റഷ്യൻ വിപ്ലവകാരി, ഒക്ടോബർ വിപ്ലവത്തിന്റെ നായകൻ, ലെനിനിസത്തിന്റെ ഉപജ്ഞാതാവ്, റഷ്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്നീ നിലകളിലെല്ലാം ലോക പ്രശസ്തനാണ് സഖാവ് ലെനിൻ. നൂറ്റാണ്ടുകൾ നീണ്ട സാർ ചക്രവർത്തി ഭരണം അവസാനിപ്പിച്ച് അദ്ദേഹം സോവിയറ്റ് യൂണിയൻ എന്ന മഹത്തായ രാഷ്ട്രത്തിന് രൂപം നൽകുകയായിരുന്നു. തൊഴിലാളി വർഗത്തിൻ്റെ വിമോചന ശാസ്ത്രമായ മാർക്സും ഏംഗൽസും രൂപപ്പെടുത്തിയ ആശയങ്ങൾക്ക് മൂർത്തമായ പ്രായോഗിക സൈദ്ധാന്തിക നിലപാടുകൾ നൽകിയ മാർക്സിന് സമാനനായ സൈദ്ധാന്തികൻ കൂടിയാണ് സഖാവ് ലെനിൻ. റഷ്യയിൽ വിപ്ലവം നടത്തുകയും മാർക്സിസത്തെ വിപുലപ്പെടുത്തുകയും കാലോചിതമാക്കുകയും എല്ലാം ചെയ്ത മഹാനായ വിപ്ലവകാരിയാണ് സഖാവ് ലെനിൻ എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്സിയൻ സൈദ്ധാന്തിക കൃതിയാണ് സാമ്രാജ്യത്വം, മുതലാളിത്തത്തിൻ്റെ പരമോന്നത ഘട്ടമെന്ന വിശ്വപ്രസിദ്ധമായ കൃതി. വിപ്ലവത്തെ സംബന്ധിച്ച മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും കാഴ്ചപ്പാടുകളെ സമ്പൂർണമാക്കുകയും അതിനെ പ്രായോഗികമായി വിപ്ലവവൽക്കരിക്കുകയും ചെയ്തു എന്നതാണ് സഖാവ് ലെനിൻ്റെ ഈ കൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം എന്ന് പറയുന്നത്. വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ തൊഴിലാളി വർഗ വിപ്ലവം നടക്കുന്നതിന് മുമ്പ് തന്നെ കൊളോണിയൽ രാജ്യങ്ങളിലും ആശ്രിത രാജ്യങ്ങളിലും അവയുടേതായ വിപ്ലവങ്ങൾ നടക്കാനുള്ള സാധ്യതയെക്കുറിച്ച് മാർക്സും ഏംഗൽസും സങ്കല്പിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ റഷ്യൻ പതിപ്പിനായി 1882 അവരെഴുതിയ മുഖവുരയിലാണ് ഇത് സംബന്ധിച്ച് ആദ്യത്തെ സൂചനകൾ നൽകുന്നത്. റഷ്യയിൽ ഇപ്പോഴും ഗ്രാമസമൂഹ വ്യവസ്ഥ നിലനിൽക്കുകയാണ് എന്നും പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളിൽ വിപ്ലവമുണ്ടായാൽ റഷ്യയിലെ ഗ്രാമസമൂഹത്തിന് സോഷ്യലിസത്തിലേക്ക് കടക്കാനുള്ള സാധ്യത അതിനുശേഷം ഉണ്ടാകാം എന്ന നിലയിലായിരുന്നു മാർക്സിന്റെ പരാമർശം. കൊളോണിയൽ രാജ്യങ്ങളെക്കുറിച്ചുള്ള എഴുത്തുകളിലും 1853 ഇന്ത്യയെക്കുറിച്ച് മാർക്സ് എഴുതിയ കുറിപ്പിലുമെല്ലാം പിന്നണി രാജ്യങ്ങളിൽ ദേശീയ വിമോചന സമരങ്ങൾ വിപ്ലവ സ്വഭാവം കൈവരിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അയർലാൻഡിനെ സംബന്ധിച്ച മാർക്സിന്റെ കത്തുകളിലും ഇത്തരം ചില സൂചനകളെല്ലാം ഉണ്ട്. ഇംഗ്ലീഷ് തൊഴിലാളി വർഗം വിപ്ലവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അയർലാൻഡിലെ ദേശീയ വിമോചനം നിർണായകമാണ് എന്ന് മാർക്സ് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ആശയത്തെയാണ് സഖാവ് ലെനിൻ കൂടുതൽ വികസിപ്പിക്കുകയും വ്യക്തവും കൃത്യവും എല്ലാം ആക്കുന്നത്. അതായത് വിപ്ലവം എല്ലായിടത്തും ഒരേ സമയം ഒരേ രീതിയിൽ നടക്കണം എന്നില്ല. വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ മാത്രം ആദ്യം നടക്കണമെന്ന് നിർബന്ധമില്ല. സഖാവ് ലെനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം ഇതായിരുന്നു. എന്നാൽ ഈ രണ്ടു കൂട്ടം വിപ്ലവ കാഴ്ചപ്പാടുകളും, അതായത് വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ വിപ്ലവത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടും അവികസിത പിന്നണി രാജ്യങ്ങളിലെ വിപ്ലവത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടും അവയ്ക്ക് വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ സോഷ്യലിസ്റ്റ് വിപ്ലവവുമായുള്ള ബന്ധവും എല്ലാം അവ്യക്തമായി തന്നെ കിടക്കുകയായിരുന്നു മാർക്സിന്റെയും ഏംഗൽസിന്റെയും കാലത്ത്. സഖാവ് ലെനിന്റെ സാമ്രാജ്യത്വം, മുതലാളിത്തത്തിന്റെ പരമോന്നത ഘട്ടം എന്ന കൃതി ഈ രണ്ടു കൂട്ടം വിപ്ലവങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുകയും അവികസിത പിന്നണി രാജ്യങ്ങളിലെ പോരാട്ടങ്ങളെ, വിപ്ലവത്തെ സോഷ്യലിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മാനവരാശിയുടെ ചരിത്ര പ്രക്രിയയുടെ ഭാഗം തന്നെയാക്കി മാറ്റുകയും ചെയ്യുകയായിരുന്നു സഖാവ് ലെനിൻ. സഖാവ് ലെനിൻ ലോകത്താകെ നടക്കേണ്ട വിപ്ലവ പ്രക്രിയയെ ആകെ സംയോജിതമായ ഒരു സമഗ്രതയിൽ കാണുകയും അധ്വാനിക്കുന്ന വർഗങ്ങളുടെ പോരാട്ടങ്ങളെ ലോകത്താകെ ഒരൊറ്റ വിപ്ലവ പ്രക്രിയയുടെ ഭാഗമായി കാണുകയും വിശദീകരിക്കുകയും ചെയ്തു എന്നതാണ് ഇത് സംബന്ധിച്ച ലെനിന്റെ സമഗ്രമായ സംഭാവന. മുതലാളിത്തം അസമമായാണ് വികസിക്കുന്നത്. അത് സാമ്രാജ്യത്വത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് സഖാവ് ലെനിൻ ചൂണ്ടിക്കാട്ടി. ലോക മുതലാളിത്ത വ്യവസ്ഥയെ ഒരു ചങ്ങലയായി കണ്ടാൽ അത് ഒരേപോലെ ശക്തമായിട്ടല്ല നിൽക്കുന്നത്. ചില കണ്ണികൾ ദുർബലമായിരിക്കും. അവിടെയാണ് വിപ്ലവം ആദ്യം പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോകുന്നത്, പൊട്ടിപ്പുറപ്പെടാൻ വേണ്ടി പോകുന്നത്. അതിനാണ് ലോകത്തെ ഏറ്റവും വലിയ സാധ്യതയുള്ളത് എന്ന് സഖാവ് ലെനിൻ വളരെ കൃത്യമായി വാദിച്ചു. അതായത് സാമ്രാജ്യത്വ ഘട്ടത്തിൽ മുതലാളിത്ത രാജ്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ലോകത്തുള്ള രാജ്യങ്ങളാകെ ഇതിനോട് കൂടിച്ചേർന്ന് നിൽക്കുകയാണ്. ഇത് സാമ്പത്തികമായും ധനപരമായും രാഷ്ട്രീയമായും എല്ലാം ഈ ബന്ധം ലോകരാജ്യങ്ങൾ തമ്മിലുണ്ട്. അതിനാൽ വിപ്ലവം, സാമൂഹിക മാറ്റം എന്നത് ഒരു രാജ്യത്തിനുള്ളിലുള്ള കാര്യം മാത്രമല്ല, അത് ലോക വ്യവസ്ഥയുടെ ആകെ ഭാഗമാണ് എന്ന് സഖാവ് ലെനിൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ദുർബല കണ്ണി, വീക്കസ്റ്റ് ലിങ്ക് എന്ന ആശയം
സഖാവ് ലെനിൻ ലോക വിപ്ലവ പ്രസ്ഥാനത്തിന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ്. ലോകത്തിന്റെ വികസനം അസമമായിട്ടാണുള്ളത്. എല്ലാ രാജ്യങ്ങളും ഒരേപോലെ വികസിച്ചിട്ടില്ല. ചില രാജ്യങ്ങളിൽ സാമ്പത്തിക പിന്നോക്കാവസ്ഥ അതിരൂക്ഷമാണ്. ഫ്യൂഡലിസത്തിന്റെ അവശിഷ്ടങ്ങൾ അവയുടെ വികാസത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളാകെ അസംതൃപ്തരാണ്. അതുകൊണ്ട് തന്നെ ഈ മുതലാളിത്ത ചങ്ങലയിലെ ദുർബലമായ കണ്ണികളാണ് ഇത്തരം രാഷ്ട്രങ്ങളെന്ന് സഖാവ് ലെനിൻ വിശദീകരിച്ചു. മാർക്സിന്റെ കാലത്ത് വ്യവസായികമായി മുന്നേറിയ രാജ്യങ്ങളിലാണ് ആദ്യം വിപ്ലവം സംഭവിക്കുക എന്നാണ് കരുതിയിരുന്നതെങ്കിൽ ലെനിൻ പറഞ്ഞു സാമ്രാജ്യത്വ ഘട്ടത്തിൽ ദുർബല രാജ്യങ്ങളിലാണ് ആദ്യം ചങ്ങല പൊട്ടുക. ഇങ്ങനെയാണ് 1917 റഷ്യൻ വിപ്ലവം നടക്കുന്നത്. ഒരു രാജ്യത്തെ ദുർബലമാക്കുന്നത് 2 ഘടകങ്ങളിലൂടെയായിരിക്കും. ഒന്ന്, അതിനകത്തുള്ള വർഗവൈരുദ്ധ്യങ്ങളുടെ സംഘടനം. രണ്ടാമത്തത്, പുറത്തുനിന്നുള്ള സാമ്രാജ്യത്വത്തിന്റെ സമ്മർദ്ദം. ഇത് രണ്ടും സാമൂഹ്യ വിപ്ലവത്തിന്, അത് ദേശീയമായിട്ടാവട്ടെ, അത് ദേശീയമായിട്ടാണ് ആരംഭിക്കുന്നതെങ്കിലും ഒരു അന്താരാഷ്ട്ര സ്വഭാവത്തിലേക്ക് അത് എത്തും. ചങ്ങലയിലെ ഒരു കണ്ണി പൊട്ടുമ്പോൾ അത് മുഴുവൻ ചങ്ങലയെയും പിടിച്ചു കുലുക്കും. ഒരു രാജ്യത്തെ വിപ്ലവം ലോക വിപ്ലവത്തിന്റെ ഭാഗമായി മാറും. അത് പിന്നീട് മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടേയിരിക്കും. സാമ്രാജ്യത്വം എന്നത് മുതലാളിത്തത്തിന്റെ ഒരു പ്രത്യേക ഘട്ടമാണ്. ഇത് മുതലാളിത്തത്തിന്റെ പരമോന്നതവും അവസാനവുമായ ഘട്ടമായിട്ടാണ് സഖാവ് ലെനിൻ വിശദീകരിക്കുന്നത്. അദ്ദേഹം 5 കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കി. ഒന്ന്, ഉൽപാദനത്തിന്റെ കേന്ദ്രീകരണവും ഏകാധിപത്യ പ്രവണതകളുമാണ്. ചെറുകിട കമ്പനികൾ ഇല്ലാതെയാവുകയും വൻകിട കോർപ്പറേറ്റുകൾ വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. രണ്ടാമത്തത്, ബാങ്കിംഗ് മൂലധനവും വ്യവസായ മൂലധനവും തമ്മിലുള്ള ലയനമാണ്. ഫിനാൻസ് മൂലധനം എന്നാണ് അതിന് പറയുന്നത്. ബാങ്കുകൾ വ്യവസായങ്ങളുടെ ഉടമകളും അതിൻ്റെ നടത്തിപ്പുകാരും അതിനെ നിയന്ത്രിക്കുന്നവരും എല്ലാമായി മാറും. മൂന്നാമത്തത്, മൂലധനത്തിന്റെ കയറ്റുമതി സംബന്ധിച്ചാണ്. സാധനങ്ങളുടെ കയറ്റുമതിയുടെ പ്രാധാന്യം കുറയുകയും കൂടുതൽ ലാഭത്തിനായി പിന്നോക്ക രാജ്യങ്ങളിലേക്ക് മൂലധനം കയറ്റുമതി ചെയ്യപ്പെടുകയും ചെയ്യുന്ന പ്രവണത ശക്തിപ്പെടുമെന്ന് സഖാവ് ലെനിൻ ചൂണ്ടിക്കാട്ടുന്നു. നാലാമത്തത്, അന്താരാഷ്ട്ര ഏകാധിപത്യ കൂട്ടുകെട്ടുകളുടെ രൂപീകരണമാണ്. വൻകിട കമ്പനികൾ, മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ലോക വിപണിയെ തമ്മിൽ പങ്കിട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും പോകും. അഞ്ചാമത്തത്, ലോകത്തെ ഭൂഭാഗങ്ങളെ സാമ്രാജ്യത്വ ശക്തികൾ കോളനികളായും സ്വാധീന മേഖലകളായും എല്ലാം പിടിച്ചടക്കി വീതം വെക്കുന്ന പ്രവണത ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. മാർക്സിന്റെ കാലത്ത് സാമ്രാജ്യത്വം ഇതേപോലെ പൂർണ്ണ രൂപത്തിലേക്കായിരുന്നില്ല. മൂലധനത്തിന്റെ കേന്ദ്രീകരണവും ലോക വിപണിയുടെ രൂപീകരണവും സംബന്ധിച്ച മാർക്സിസ്റ്റ് ആശയങ്ങളെ അതുകൊണ്ട് തന്നെ സമഗ്രമായി വിശകലനം ചെയ്തുകൊണ്ടാണ് സഖാവ് ലെനിൻ തന്റെ സിദ്ധാന്തം രൂപീകരിച്ചത്. സാമ്രാജ്യത്വത്തെ ഏകാധിപത്യ മുതലാളിത്തം, പരാന്നഭോജിയായ മുതലാളിത്തം, ക്ഷയിച്ചു തുടങ്ങുന്ന മുതലാളിത്തം എന്നെല്ലാം സഖാവ് ലെനിൻ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ സാമ്രാജ്യത്വം ലോകത്തെ 2 ഭാഗങ്ങളാക്കി വിഭജിക്കുകയാണ്. ചൂഷക രാഷ്ട്രങ്ങളെന്നും ചൂഷിത രാഷ്ട്രങ്ങളെന്നും. അതുകൊണ്ട് തന്നെ തൊഴിലാളി വർഗ വിപ്ലവം ഒരു ദേശത്തിന്റെ പരിധിയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ഇത് ലോകവ്യാപകമാണ് എന്ന് സഖാവ് ലെനിൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാമ്രാജ്യത്വം എന്നത് ഏകാധിപത്യ മൂലധനമാണ്. മൂലധനം ആധിപത്യം പുലർത്തുന്ന ഒരു ലോക സാഹചര്യമാണ്. മൂലധനം ആഗോളതലത്തിൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന, ലോകത്തെ കുത്തക ശക്തികളാൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന മുതലാളിത്തത്തിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടമാണ്. സാമ്രാജ്യത്വ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള പങ്കുവെക്കലുകളിൽ മുതലാളിത്തം ലോകത്തെ വിനാശകരമായ യുദ്ധങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും തള്ളിവിടാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഒരു ലോക വിപ്ലവത്തിനുള്ള സമയം പക്വമാകുമെന്നും പാകമാകുമെന്നും സഖാവ് ലെനിൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. 1-ാം ലോക മഹായുദ്ധം 1914 മുതൽ 1918 വരെ സാമ്രാജ്യത്വ ശക്തികൾ ലോകത്തെ പുനർവിഭജിക്കാൻ നടത്തിയ യുദ്ധമാണെന്ന് വിശദീകരിച്ചുകൊണ്ട് ആ യുദ്ധത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ കാരണങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കാനാണ് സഖാവ് ലെനിൻ 1916 ഈ പുസ്തകം എഴുതുന്നത് തന്നെ. ലോക ചരിത്രത്തെ സ്വാതന്ത്ര്യബോധത്തിന്റെ വികാസമായി കണ്ട ഹെഗൽ, ലോകത്തെ പ്രശസ്തനായ സൈദ്ധാന്തികൻ, ദാർശനികൻ ഹെഗൽ, ഓരോ കാലഘട്ടത്തിലും ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രമാണ് വേൾഡ് സ്പിരിറ്റിന്റെ വാഹകരായി മാറുക എന്ന് വാദിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും പല സമൂഹങ്ങൾക്കും കോളനികൾക്കും ചരിത്രത്തിന്റെ മുഖ്യധാരയിൽ ഒരു പങ്കുമില്ല. അവ ചരിത്രമില്ലാത്തവയായാണ് ഹെഗൽ അവയെ വിശേഷിപ്പിച്ചത്.
യൂറോപ്യൻ രാജ്യങ്ങളെയാണ് അദ്ദേഹം ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട വാഹകരായി കണ്ടിരുന്നത്. എന്നാൽ സഖാവ് ലെനിൻ ഈ നിലപാടിനെ തകർത്തു. സാമ്രാജ്യത്വ ഘട്ടത്തിൽ ലോകം ഒറ്റ സമ്പ്രദായമാണെന്നും ചരിത്രത്തിന്റെ കേന്ദ്രം യൂറോപ്പ് മാത്രമല്ല എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. പുറംപോക്കിലുള്ള രാജ്യങ്ങൾക്കും വിപ്ലവത്തിന്റെ നിർണായകമായ പങ്കുണ്ട് എന്ന് സഖാവ് ലെനിൻ സ്ഥാപിച്ചു. കോളനികളിലെ ദേശീയ വിമോചന സമരങ്ങൾ വിപ്ലവത്തിന്റെ ഭാഗമാണ്. ചരിത്രമില്ലാത്തവരെന്ന് മുദ്ര കുത്തപ്പെട്ടവർ ചൂഷിതരാണ്. അവരുടെ ചരിത്രം സാമ്രാജ്യത്വം അടിച്ചമർത്തിയതാണ്. അവർക്ക് ചരിത്രമില്ലാഞ്ഞിട്ടല്ല, സാമ്രാജ്യത്വം അത് അടിച്ചമർത്തിയതാണ്. ലെനിൻ ലക്ഷ്യം വെച്ചത് ലോക വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ചക്രവാളത്തെ കൂടുതൽ വിപുലപ്പെടുത്താനായിരുന്നു. യൂറോപ്യൻ തൊഴിലാളി വർഗം മാത്രമല്ല, ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ജനതയെ ലോക വിപ്ലവത്തിന്റെ സജീവ പങ്കാളികളാക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു അദ്ദേഹം നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിരീക്ഷണങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പ്രബന്ധമായി പുറത്തു വന്നത്. ഇത് മാർക്സിസത്തിന്റെ ആഗോള പരിധി കൂടുതൽ വിപുലപ്പെടുത്തുകയായിരുന്നു. റഷ്യയിലെ ബോൾഷെവിക് വിപ്ലവത്തെ തുടർന്ന് യൂറോപ്പിലെ വിപ്ലവ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നണിയിലായ രാജ്യങ്ങൾ ലോക വിപ്ലവത്തിന്റെ മുഖ്യ അരങ്ങിലേക്ക് നീങ്ങാൻ വേണ്ടി തുടങ്ങിയ കാലം. മുതലാളിത്ത ലോകത്താണ് വിപ്ലവം നടക്കുക എന്ന് പ്രതീക്ഷയെടുത്ത് നിന്ന് അവിടെ വിപ്ലവം നടക്കാത്ത സാഹചര്യം വരുന്നു. സോവിയറ്റ് യൂണിയനകത്ത് ബോൾഷെവിക് വിപ്ലവം നടക്കുന്നു. ഇതെല്ലാം ലോക വിപ്ലവത്തെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്ന കാര്യങ്ങളായിരുന്നു. സഖാവ് ലെനിൻ തന്റെ അവസാനത്തെ കൃതികളിലൊന്നായ ഓൺ അവർ റവല്യൂഷൻ 1923 അദ്ദേഹം പുസ്തകം എഴുതിയത്. റഷ്യൻ വിപ്ലവത്തിന്റെ പിന്തുടർച്ചയായി ചൈനയിലും ഇന്ത്യയിലും വിപ്ലവത്തിനുള്ള സാധ്യതകളിൽ പ്രതീക്ഷ അർപ്പിച്ചു. അതായത് വികസിത മുതലാളിത്ത രാജ്യത്തൊന്നല്ല വിപ്ലവം നടക്കാൻ വേണ്ടി പോകുന്നത്, ഇനി ചൈനയിലും ഇന്ത്യയിലുമെല്ലാമാണ് സാമൂഹ്യ മാറ്റം ഉണ്ടാവാൻ വേണ്ടി പോവുക എന്ന് സഖാവ് ലെനിൻ ചൂണ്ടിക്കാണിച്ചു. ആഭ്യന്തര യുദ്ധാനന്തരം തകർന്ന സമ്പദ് വ്യവസ്ഥയും പാശ്ചാത്യ രാജ്യങ്ങളിലെ ജർമ്മനി പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ വിപ്ലവങ്ങളുമെല്ലാം പരാജയപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഈ ഒരു നിരാശയുടെ ബോധം വലിയ നിലയിലേക്ക് വന്നു. അതേ സമയം തന്നെ റഷ്യ ലോകത്താകെ ഒറ്റപ്പെടുന്ന അവസ്ഥയും ഉണ്ടായി. എന്നാൽ മറുഭാഗത്ത് ചൈനയിലും ഇന്ത്യയിലും ദേശീയ വിമോചന സമരങ്ങൾ ശക്തമാവുന്ന കാഴ്ചയായിരുന്നു അക്കാലത്ത് മറുഭാഗത്ത് കണ്ടത്. ലോകത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും താമസിക്കുന്നത് കോളനി അർദ്ധ കോളനി രാജ്യങ്ങളിലാണെന്ന് സഖാവ് ലെനിൻ ചൂണ്ടിക്കാണിച്ചു. യൂറോപ്പിൽ വിപ്ലവം വൈകിയേക്കാം, എന്നാൽ ലോകത്തിന്റെ ഭാവി കിഴക്കൻ രാജ്യങ്ങളിലാണ്. റഷ്യ, ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നാൽ ലോക ജനസംഖ്യയുടെ വലിയൊരു പങ്ക് വരും. ഇതിൽ തൊഴിലാളി കർഷകരാണ് മഹാഭൂരിപക്ഷം ജനങ്ങളും ഉണ്ടാവുക എന്ന് സഖാവ് ലെനിൻ ചൂണ്ടിക്കാണിച്ചു. ഈ 3 രാജ്യങ്ങളിലെ വിപ്ലവങ്ങൾ കൂടി ഒന്നിച്ചു ചേർന്നാൽ സൈനികമായിട്ടല്ല, മറിച്ച് ജനകീയമായ ബലാബലത്തിൽ സാമ്രാജ്യത്വത്തിനെതിരെ നിർണായകമായ മാറ്റം വരുത്താൻ കഴിയുമെന്ന് സഖാവ് ലെനിൻ ചൂണ്ടിക്കാണിച്ചു. 1919 സഖാവ് ലെനിൻ മുൻകൈയെടുത്ത് രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ കോമിൻഡേൺ ലോക തൊഴിലാളി വർഗത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു പുതിയ ഘട്ടമായി മാറുന്നത്. രണ്ടാം ഇന്റർനാഷണലിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നാം ലോക മഹായുദ്ധത്തിൽ സ്വന്തം രാജ്യത്തെ സർക്കാരുകളെ പിന്തുണച്ച സോഷ്യൽ ഷോവനിസം എന്ന് പറയുന്ന പ്രവണത ശക്തിപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി കോമിൻഡേൺ സാമ്രാജ്യത്വ യുദ്ധത്തിനെതിരായ നിലപാടും ലോക സോഷ്യലിസ്റ്റ് വിപ്ലവം എന്ന ലക്ഷ്യവും ആവർത്തിച്ചു പ്രഖ്യാപിച്ചു. കോളനി വിമോചന സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും കോളനി പ്രശ്നത്തെ ലോകത്തിന്റെ ഒരു കേന്ദ്ര വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു എന്നതാണ് കോമിൻഡേന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം. 1920 കോമിൻഡേന്റെ 2ാം കോൺഗ്രസിൽ ദേശീയ വിമോചന പ്രസ്ഥാനവുമായി തൊഴിലാളി വർഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും താൽക്കാലികമായ സഖ്യം ഉണ്ടാക്കണമെന്നും എന്നാൽ അതോടൊപ്പം തൊഴിലാളി വർഗത്തിന്റെ സ്വതന്ത്രമായ രാഷ്ട്രീയ നിലപാട് നിലനിർത്തണമെന്നുമുള്ള പ്രമേയം സഖാവ് ലെനിൻ അവതരിപ്പിക്കുകയുണ്ടായി. ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് ഉണ്ടാവുക, എന്നാൽ അന്തിമ ലക്ഷ്യം ലോക സോഷ്യലിസം ആയിരിക്കണമെന്നും അദ്ദേഹം ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇതിലൂടെ വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ തൊഴിലാളി വർഗത്തിന്റെ വിപ്ലവ സിദ്ധാന്തം എന്ന നിലയിൽ നിന്ന് മാർക്സിസത്തിന്റെ പരിധി ലോക വിപ്ലവത്തിന്റെ സിദ്ധാന്തമായി വ്യാപിപ്പിക്കുകയായിരുന്നു സഖാവ് ലെനിൻ ചെയ്തത്. മാർക്സിസം യൂറോപ്പിലേക്കുള്ളത് മാത്രമായി പ്രയോഗിക്കേണ്ട ഒരു സിദ്ധാന്തമല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള മനുഷ്യ സമൂഹങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന
ഒരു ശാസ്ത്രീയ ഉപാധിയാണെന്ന് സഖാവ് ലെനിൻ വിളിച്ചു പറഞ്ഞു. മാർക്സ് ആദ്യം പഠിച്ചത് യൂറോപ്പിലെ മുതലാളിത്ത വ്യവസ്ഥയാണ്. എന്നാൽ പിന്നീട് ലോകം മാറി, സാമ്രാജ്യത്വം വളർന്നു, കോളനിവൽക്കരണം വ്യാപിച്ചു. ഇതോടെ കോളനികൾ ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ ചരിത്രം പഠിക്കേണ്ടതിൽ അനിവാര്യതയുണ്ടെന്ന് സഖാവ് ലെനിൻ ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചു. മുതലാളിത്തം ദേശീയ പരിധികൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. അത് ലോകത്തെ മുഴുവൻ തൻ്റെ ലാഭത്തിനായി നിയന്ത്രിക്കും. മൂലധനം ആഗോള ആധിപത്യം നേടാൻ ശ്രമിക്കും. കോളനികൾ ചൂഷണത്തിനായുള്ള കേന്ദ്രങ്ങളായി മാറും. ഇതിനർത്ഥം ഇന്ത്യയിലെ വ്യവസായ വളർച്ചയുടെ കാലതാമസവും കാർഷിക പ്രശ്നങ്ങളുമെല്ലാം ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ചൂഷണവുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് നമ്മുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ ജാതി വ്യവസ്ഥ, പരമ്പരാഗതമായ ഉൽപാദന രീതികൾ, കോളനിവൽക്കരണത്തിന്റെ വ്യത്യസ്ത രൂപങ്ങൾ എന്നിവയെല്ലാം കണക്കിലെടുത്ത് ഈ രാജ്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങളോട് ചേർത്ത് മാർക്സിസം വികസിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം സഖാവ് ലെനിൻ വിശദീകരിക്കേണ്ടായി. ലെനിനെ പോലെ തന്നെ സഖാവ് മാവോയും മാർക്സിസത്തെ യൂറോപ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും കോളനികളിലെ വിപ്ലവ സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത ഉജ്ജ്വലനായ വിപ്ലവകാരിയാണ്. അതുകൊണ്ടാണ് ചൈന, വിയറ്റ്നാം, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളിൽ വിപ്ലവങ്ങൾ നടന്നതും മറ്റിടങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പടർന്ന് പന്തലിച്ചതും. സാമ്രാജ്യത്വത്തെ കുറിച്ച് ആദ്യം പറഞ്ഞത് സഖാവ് ലെനിൻ ആയിരുന്നില്ല. അദ്ദേഹത്തിന് മുമ്പ് തന്നെ സഖാവ് റോസ ലക്സംബർഗ്, റുഡോൾഫ് ഹിൽഫർഡിൻ തുടങ്ങിയ മാർക്സിസ്റ്റ് ചിന്തകന്മാർ മാർക്സിസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സാമ്രാജ്യത്വത്തെ കുറിച്ച് വിശകലനം നടത്തിയിരുന്നു. അതിനു മുമ്പാണ് 1902 ഹോബ്സൺ ഇമ്പീരിയലിസം എന്ന പഠനം പ്രസിദ്ധീകരിക്കുന്നത്. അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് ആയിരുന്നില്ല, പക്ഷെ വളരെ ഗൗരവമായാണ് അദ്ദേഹം സാമ്രാജ്യത്വത്തെ സമീപിച്ചത്. സഖാവ് ലെനിൻ ഈ പഠനങ്ങളെല്ലാം വളരെ ഗൗരവമായ നിലയിലേക്ക് സമീപിച്ചു, പഠിച്ചു, വിശകലനം നടത്തുകയും ചെയ്തു. അതായത് സഖാവ് ലെനിൻ തന്റെ സാമ്രാജ്യത്വത്തെ കുറിച്ചുള്ള സിദ്ധാന്തം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുകയായിരുന്നില്ല, മറിച്ച് മുൻകാല ചർച്ചകളെ വികസിപ്പിക്കുകയും ശരിയായ ദിശയിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയുമായിരുന്നു ചെയ്തിരുന്നത്. മുതലാളിത്തം എന്തുകൊണ്ട് മുതലാളിത്ത പൂർവ്വ വിപണികളിലേക്ക് അതിക്രമിച്ചു കടക്കുന്നു എന്ന് വിശദീകരിച്ച റോസ ലക്സംബർഗിന്റെ സംഭാവനകളെ സഖാവ് ലെനിൻ വലിയ നിലയിലാണ് കണ്ടത്. മുതലാളിത്തത്തിന്റെ വിപണി പരിമിതിയെക്കുറിച്ചും അധിക മൂല്യം, മിച്ചമൂല്യം എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള മുതലാളിത്തത്തിന്റെ ആവശ്യത്തെക്കുറിച്ചും അവർ വളരെ ഗൗരവമായ നിലയിലേക്കാണ് വിശദീകരിച്ചത്. എന്നാൽ റോസ ലക്സംബർഗിന്റെ വിശകലനത്തിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട വൈരുദ്ധ്യം യൂറോപ്പിലെ തൊഴിലാളി മുതലാളി സംഘർഷമാണ് എന്ന് തന്നെയായിരുന്നു അവർ പറഞ്ഞത്. കോളനികൾ ഒരു സഹായക ഘടകം മാത്രമാണെന്നുള്ള കാഴ്ചപ്പാടായിരുന്നു റോസ ലക്സംബർഗിനുണ്ടായിരുന്നത്. എന്നാൽ സഖാവ് ലെനിൻ സാമ്രാജ്യത്വത്തെ കൂടുതൽ സമഗ്രമായും ഘടനാപരവുമായിട്ടാണ് കണ്ടത്. പ്രാങ് മുതലാളിത്ത മേഖലകൾ മുതലാളിത്തത്തിന്റെ ഭാഗമായി മാറുന്ന പ്രക്രിയ വെറും ഒരു വിപണി പ്രശ്നമല്ല, മറിച്ച് ഘടനാപരമായ മാറ്റമാണെന്ന് അദ്ദേഹം വാദിച്ചു. ഈ വിശകലനത്തിലൂടെ ലോകത്തെ ശാശ്വതമായി ചൂഷിത രാഷ്ട്രങ്ങളായി വിഭജിക്കുന്ന ഒരു വ്യവസ്ഥിതിയായി സാമ്രാജ്യത്വത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു, അദ്ദേഹം വിശകലനം ചെയ്തു, അദ്ദേഹം ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു. മുതലാളിത്തം ചരിത്രപരമായി കാലഹരണപ്പെട്ടതാണ് എന്ന സങ്കല്പത്തിന് ഒരു പുതിയ അടിസ്ഥാനം നൽകുകയായിരുന്നു സഖാവ് ലെനിൻ. പഴയ മാർക്സിസ്റ്റ് ധാരണ പ്രകാരം ഉൽപാദന ശക്തികൾക്ക് കൂടുതൽ വികസിക്കാനാവാത്ത വിധം ഒരു ഉൽപാദന രീതി പഴഞ്ചനാവുമ്പോഴാണ് അത് അട്ടിമറിക്കപ്പെടാൻ പാകമാകുന്നത് എന്നായിരുന്നു പഴയകാല കാഴ്ചപ്പാട്. ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി ഈ അവസ്ഥയെ സൃഷ്ടിക്കുമെന്നും അന്ന് കരുതപ്പെട്ടിരുന്നു. എന്നാൽ സഖാവ് ലെനിൻ ഈ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കുകയായിരുന്നു. സാമ്രാജ്യത്വ ഘട്ടത്തിൽ ഉൽപാദന ശക്തികൾ വൻതോതിൽ വികസിക്കുന്നുണ്ട്, എന്നാൽ ഈ വികസനത്തിന്റെ ഫലം മനുഷ്യർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഉദാഹരണത്തിന്, ലോകത്ത് ആവശ്യത്തിലധികം ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും കോടിക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുകയാണ്. പ്രശ്നം ഉൽപാദനത്തിന്റെ കുറവല്ല, മറിച്ച് ഉടമസ്ഥതയിലും അതിൻ്റെ നിയന്ത്രണത്തിലുമാണ്. മുതലാളിത്തം ഉൽപാദനം വികസിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, മറിച്ച് സമൂഹത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് അത് ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പഴഞ്ചനായി തീരുന്നത് എന്ന് സഖാവ് ലെനിൻ പറഞ്ഞു. അമിതോൽപാദനം, വിപണി പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, യുദ്ധങ്ങൾ, കോളനി ചൂഷണം എന്നിവയെല്ലാം
മുതലാളിത്തത്തിൻ്റെ ചരിത്രപരമായ പരിമിതികളുടെ ലക്ഷണങ്ങളാണ്. സാമ്രാജ്യത്വ യുദ്ധങ്ങൾ, സംഘർഷങ്ങൾ അതിൻ്റെ ശക്തിയുടെ അടയാളമല്ല, മറിച്ച് അതിൻ്റെ ആന്തരികമായ പ്രതിസന്ധിയുടെ പ്രകടനങ്ങളാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ച മനുഷ്യരെ തൊഴിൽ രഹിതരാക്കുന്നതിനും സമ്പത്ത് കുറച്ചുപേരുടെ കൈകളിൽ കേന്ദ്രീകരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇന്ന് ലോകത്താകെ കോർപ്പറേറ്റുകൾ ഉപയോഗിക്കുന്നത്. അതിനാൽ മുതലാളിത്തത്തിന്റെ തകർച്ച അതിന്റെ ഉൽപാദനക്ഷമത നിലച്ചതുകൊണ്ടല്ല, മറിച്ച് അത് സാമൂഹികമായി പഴഞ്ചനായ ഒരു സംവിധാനമായി മാറിയത് കൊണ്ട് തന്നെയാണ്. ലെനിന്റെ ഈ കാഴ്ചപ്പാട് രൂപപ്പെടുന്നതിന് മുമ്പ് ജർമ്മൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ എഡ്വേർഡ് ബാൻസ്റ്റീൻ പരിഷ്കരണവാദം മുന്നോട്ട് വെച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, മുതലാളിത്തം തകരില്ല, പരിഷ്കാരങ്ങളിലൂടെ അത് നിലനിന്നുകൊണ്ടേയിരിക്കും. തൊഴിലാളി പാർട്ടികൾ വിപ്ലവം നടത്തേണ്ട കാര്യമില്ല, പാർലമെന്റിലൂടെ നിയമപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാൽ മതി. പ്രസ്ഥാനമാണ് എല്ലാം, പക്ഷേ അന്തിമ ലക്ഷ്യം ഒന്നുമില്ല എന്നതായിരുന്നു ബാൻസ്റ്റീന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. യൂറോപ്പിൽ മുതലാളിത്തത്തിന്റെ രൂക്ഷമായ പ്രതിസന്ധിയുടെ അഭാവമാണ് ഇത്തരം ഒരു പരിഷ്കരണവാദത്തിലേക്ക് അവിടുത്തെ വിപ്ലവകാരികളെ എത്തിച്ചത്, അല്ലെങ്കിൽ അവർക്ക് പ്രചോദനമായത്. ഇതിനെതിരെ മുതലാളിത്ത വ്യവസ്ഥയെ തകർക്കേണ്ടത് അനിവാര്യമാണെന്ന് തെളിയിക്കാനാണ് സഖാവ് ലെനിൻ ശ്രമിച്ചത്. മുതലാളിത്തം ചരിത്രപരമായി പഴഞ്ചനായി എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു, ഏതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നല്ല ഇത് പഴഞ്ചനായി മാറുന്നത്, മറിച്ച് വിനാശകരമായ യുദ്ധങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും മനുഷ്യരാശിയെ നയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് കടക്കും. അങ്ങനെയുള്ള ഒരു കാലത്ത് മുതലാളിത്തം തീർച്ചയായും തകരുക തന്നെ ചെയ്യും എന്ന് സഖാവ് ലെനിൻ ചൂണ്ടിക്കാണിച്ചു. ലെനിന്റെ വാദമനുസരിച്ച് മുതലാളിത്തത്തിൽ ഉൽപാദനം സാമൂഹികമായാണ് നടക്കുന്നത്. അതായത് ലക്ഷക്കണക്കായ തൊഴിലാളികൾ ഒന്നിച്ചു ചേർന്നാണ് ഉൽപാദനം നടത്തുന്നത്. എന്നാൽ ലാഭം സ്വകാര്യമാണ്. കുറച്ച് കോർപ്പറേറ്റുകളും കുത്തകകളും എല്ലാം കൂടി ഈ ലാഭം മുഴുവൻ കൈവശപ്പെടുത്തുകയാണ്. ഈ അടിസ്ഥാന വൈരുദ്ധ്യമാണ് സാമ്രാജ്യത്വ യുദ്ധങ്ങൾക്കും ചൂഷണങ്ങൾക്കും സംഘട്ടനങ്ങൾക്കും കാരണമാവുന്നതെന്ന് സഖാവ് ലെനിൻ ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാമ്രാജ്യത്വ യുദ്ധങ്ങളിൽ ഒരു രാജ്യത്തെ തൊഴിലാളികൾ മറ്റൊരു രാജ്യത്തെ തൊഴിലാളികളുമായി പരസ്പരം ഏറ്റുമുട്ടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വ യുദ്ധത്തെ ആഭ്യന്തര യുദ്ധങ്ങളാക്കി മാറ്റി ഭരണകൂടത്തെ ദുർബലമാക്കി തൊഴിലാളി വർഗം വിപ്ലവത്തിലേക്ക് നീങ്ങുകയാണ് വേണ്ടതെന്ന് സഖാവ് ലെനിൻ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതൊരു ദേശദ്രോഹമല്ല, മറിച്ച് തൊഴിലാളി വർഗത്തിന്റെ അന്താരാഷ്ട്ര ഐക്യമാണ് ഇതിലൂടെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കഴിയുക. സാമ്രാജ്യത്വ യുദ്ധങ്ങൾ തൊഴിലാളി വർഗത്തിന് അതിനുള്ള ഒരു അവസരമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സഹജീവികളായ തൊഴിലാളികൾ പരസ്പരം യുദ്ധം ചെയ്യുന്നതിന് പകരം അവർ അതാത് രാജ്യത്തെ മുതലാളിമാർക്ക് നേരെ തോക്ക് തിരിച്ചു പിടിക്കുകയാണ് വേണ്ടത് എന്ന് സഖാവ് ലെനിൻ ആഹ്വാനം ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ ലോകത്താകെയുള്ള തൊഴിലാളികളെ സംഘടിക്കുക, ഐക്യപ്പെടുക എന്ന മുദ്രാവാക്യമാണ് സഖാവ് ലെനിൻ ഇതിലൂടെ ഉയർത്തിപ്പിടിച്ചത്. ദേശീയതയുടെ മറവിൽ തൊഴിലാളികളെ പരസ്പരം കൊന്നൊടുക്കാൻ ചൂഷക വർഗങ്ങളെ നാം അനുവദിക്കരുത്. അത് ഹിംസയുടെ മഹത്വവൽക്കരണമല്ല, മറിച്ച് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക വഴിയാണെന്ന് സഖാവ് ലെനിൻ ലോക വിപ്ലവ പ്രസ്ഥാനത്തോട് ആഹ്വാനം ചെയ്യുകയുണ്ടായി. മുതലാളിത്തം വൈകിയെത്തിയ രാജ്യങ്ങളിൽ, അതായത് ഫ്യൂഡൽ അവശിഷ്ടങ്ങൾ ധാരാളം അവശേഷിക്കുന്ന രാജ്യങ്ങളിൽ ജനാധിപത്യ വിപ്ലവം നടത്താനുള്ള കഴിവ് അവിടുത്തെ പ്രാദേശിക ഭൂഷാസിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്ന് സഖാവ് ലെനിൻ വ്യക്തമാക്കി. കാരണം അവർ ഭൂസ്വാമിമാരുമായും വിദേശ മൂലധനവുമായും ഒരേപോലെ സന്ധിയിലാണ്. അവർ തൊഴിലാളികളെ അധ്വാനിക്കുന്നവരെ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അധികാരം നിലനിർത്താൻ ഇവരുമായി സന്ധി ഉണ്ടാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്വം തൊഴിലാളി വർഗത്തിനാണെന്ന് സഖാവ് ലെനിൻ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ തൊഴിലാളികൾക്കൊറ്റയ്ക്ക് ഈ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഇരകളായ കർഷകരുമായി തൊഴിലാളി വർഗം കൂട്ടുകെട്ടുണ്ടാക്കണം. തൊഴിലാളികളും കർഷകരും ചേർന്ന് ഫ്യൂഡൽ വ്യവസ്ഥയെ തകർത്ത് ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കണം. എന്നാൽ അത് അവിടെ തന്നെ നിർത്തിക്കളയാതെ സോഷ്യലിസത്തിലേക്കുള്ള പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കണം. തൊഴിലാളി വർഗം നേടിയെടുക്കുന്ന ഓരോ അവകാശങ്ങളും അതെത്ര ചെറുതാണെങ്കിൽ പോലും, അതായത് 8 മണിക്കൂർ ജോലി, മിനിമം കൂലി, സാമൂഹ്യ സുരക്ഷ തുടങ്ങിയവയെല്ലാം അത് നേടിയെടുത്ത് നിർത്തലല്ല,
മറിച്ച് ആ നേട്ടങ്ങളെ സംരക്ഷിക്കാനും മുന്നോട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായും ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയണം, ഇതിനെ കാണണം എന്ന് സഖാവ് ലെനിൻ ചൂണ്ടിക്കാണിച്ചു. ഈ സിദ്ധാന്തത്തിന്റെ പ്രായോഗിക രൂപമായിരുന്നു 1917 റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. ആദ്യം സാർ ചക്രവർത്തിയുടെ ഭരണകൂടത്തെ അവർ അട്ടിമറിച്ച് ഒരു താൽക്കാലിക സർക്കാർ രൂപീകരിച്ചു. ആ താൽക്കാലിക സർക്കാരിന് ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വേണ്ടത്ര വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടപ്പോൾ തൊഴിലാളികളും കർഷകരും സൈനികരും എല്ലാം കൂടി ചേർന്ന് ഒക്ടോബർ വിപ്ലവത്തിലൂടെ റഷ്യയിൽ അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു. അതായത് ആദ്യത്തെ ഫെബ്രുവരി വിപ്ലവത്തിലൂടെ അവിടുത്തെ സാർ ചക്രവർത്തിയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ചതോടുകൂടി തൊഴിലാളി വർഗം അവരുടെ പോരാട്ടം നിർത്തിയില്ല. ആ പോരാട്ടം അവർ തുടർന്നു. പിന്നീട് കർഷകരും സൈനികരും തൊഴിലാളികളും എല്ലാം ചേർന്ന് റഷ്യൻ ഭരണകൂടത്തെ തൊഴിലാളി വർഗത്തിൻ്റെതാക്കി മാറ്റി എന്നുള്ളതാണ് ഈ സിദ്ധാന്തത്തിന്റെ പ്രയോഗം എന്ന് പറയുന്നത്. പ്രാന്തപ്രദേശ സമൂഹങ്ങളിലെ വിപ്ലവത്തെക്കുറിച്ച്, വിപ്ലവ തന്ത്രത്തെക്കുറിച്ച് സഖാവ് ലെനിൻ വിശദീകരിക്കുന്നുണ്ട്. പ്രാന്തപ്രദേശ സമൂഹം എന്നാൽ ലോക മുതലാളിത്ത വ്യവസ്ഥയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, വിദേശ മൂലധനത്തെ ആശ്രയിക്കുന്ന, അസമത്വം രൂക്ഷമായ ഭൂരിപക്ഷം കർഷകർ ജനസംഖ്യയിലുള്ള രാജ്യങ്ങളെയാണ് പ്രാന്തപ്രദേശ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്നത്. ഇത്തരം രാജ്യങ്ങളിലെ വിപ്ലവത്തിന്റെ സ്വഭാവം വികസിത രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമെന്ന് സഖാവ് ലെനിൻ ചൂണ്ടിക്കാട്ടി. ഇവിടെ തൊഴിലാളി വർഗം, സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കർഷകർ, മറ്റ് ഇടത്തരം വിഭാഗങ്ങൾ, ദേശീയ ഭൂഷാസിയുടെ വിവിധ ഭാഗങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന വിപുലമായ ഒരു വർഗ ഐക്യം രൂപപ്പെടുത്തണം. ചൈനീസ്, ക്യൂബൻ വിപ്ലവങ്ങൾ ഈ തന്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. അവ ആദ്യഘട്ടത്തിൽ ദേശീയ വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടം നയിച്ചു. ഭൂപരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു അവരുടെ രണ്ടാമത്തെ ഘട്ടം. പിന്നീട് സോഷ്യലിസ്റ്റ് ഘട്ടത്തിലേക്ക് അവർ നീങ്ങുകയായിരുന്നു. ഈ പ്രക്രിയയെ ലെനിൻ 3 ഘട്ടങ്ങളായി വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തത് സാമ്രാജ്യത്വ വിരുദ്ധ ജനകീയ പോരാട്ടത്തിന്റെ ഘട്ടം. രണ്ടാമത്തത് ഭൂവിതരണവും ജനാധിപത്യ പരിഷ്കരണങ്ങളുടെയും ഘട്ടം. മൂന്നാമത്തത് പ്രധാന ഉൽപാദന മേഖലകളുടെ സാമൂഹ്യ നിയന്ത്രണവും സോഷ്യലിസ്റ്റ് സമ്പദ്ഘടനയിലേക്കുള്ള മുന്നോട്ട് പോക്കും. ഇത് ഒരു ദീർഘകാല രാഷ്ട്രീയ പ്രക്രിയയാണ്. ഇതിലൂടെ വികസിത രാജ്യങ്ങളിൽ മാത്രമേ സോഷ്യലിസം സാധ്യമാവൂ എന്ന ചിന്തയെ തിരുത്തിക്കൊണ്ട് പിന്നോക്ക രാജ്യങ്ങളിലാണ് ആദ്യം വിപ്ലവം നടക്കുന്നത് എന്ന ചരിത്ര സത്യം സഖാവ് ലെനിൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഈ ചരിത്ര സത്യം സഖാവ് ലെനിന്റെ സിദ്ധാന്തത്തെ ശരിവെക്കുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യൂറോപ്പിൽ സോഷ്യലിസ്റ്റ് പാർട്ടികൾ സ്വന്തം രാഷ്ട്രങ്ങളെ പിന്തുണച്ചത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ സഖാവ് ലെനിൻ ഒരു തീസിസ് തന്നെ ഉണ്ടാക്കി. ലേബർ അരിസ്റ്റോക്രസി എന്ന ആശയമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. സാമ്രാജ്യത്വ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ബ്രിട്ടനെ പോലെയുള്ള അക്കാലത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, കോളനികളിൽ നിന്ന് കൊള്ളയടിക്കുന്ന അധിക ലാഭത്തിന്റെ ഒരു ഭാഗം തങ്ങളോട് കൂറു പുലർത്തുന്ന, തങ്ങളോടൊപ്പം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായി അവർക്ക് പ്രതിഫലമായി നൽകുന്ന സ്ഥിതി ഉണ്ടായി. ചില തൊഴിലാളി നേതാക്കൾക്കും യൂണിയൻ ബ്യൂറോക്രാറ്റുകൾക്കും വിദഗ്ധ തൊഴിലാളി വിഭാഗങ്ങൾക്കുമെല്ലാം ഇങ്ങനെ ബ്രിട്ടൻ ആനുകൂല്യങ്ങൾ നൽകി. ഇത് ഉയർന്ന വേതനം, സ്ഥിരമായ ജോലി, സാമൂഹിക ആനുകൂല്യങ്ങൾ എന്നുള്ള രൂപത്തിലെല്ലാം കൂടിയായിരുന്നു പല ഘട്ടങ്ങളിലായി നൽകിക്കൊണ്ടിരുന്നത്. ഇതോടെ ഈ വിഭാഗം മുതലാളിത്ത വ്യവസ്ഥയിൽ സംതൃപ്തരായി. വിപ്ലവത്തെ അവർ ഭയപ്പെട്ടു. പരിഷ്കരണവാദത്തിലേക്ക് അവർ വഴിമാറുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. അവർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയം അവരിൽ സൃഷ്ടിക്കപ്പെട്ടു. ഇത് തൊഴിലാളി വർഗ പാർട്ടികൾക്കുള്ളിൽ ബ്യൂറോക്രസിയുടെ വളർച്ചയ്ക്കും ഭരണകൂടവുമായുള്ള അടുപ്പത്തിനും എല്ലാം കാരണമായ സംഭവമായിരുന്നു. ഇത് വ്യക്തിപരമായ ഒരു ദ്രോഹമായിട്ടല്ല സഖാവ് ലെനിൻ കാണുന്നത്, മറിച്ച് സാമ്രാജ്യത്വ ലാഭത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു വർഗപരമായ പ്രവണതയായിട്ടാണ് സഖാവ് ലെനിൻ കണ്ടത്. ഇന്നും വികസിത രാജ്യങ്ങളിലെ ചില തൊഴിലാളി വിഭാഗങ്ങൾ ആഗോള ചൂഷണത്തിൽ നിന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. ഇത് ലോക തൊഴിലാളി പ്രസ്ഥാനത്തിന് ഒരു വെല്ലുവിളിയായി തുടരുക തന്നെയാണ്. സാമ്രാജ്യത്വം എന്ന ഗ്രന്ഥം ലോക തൊഴിലാളി പ്രസ്ഥാനത്തിന് ലഭിച്ച അത്ഭുതകരമായ ഒരു സൈദ്ധാന്തിക നേട്ടമാണ്. ലളിതമായി പറഞ്ഞാൽ, മുതലാളിത്തം ഒരു ഘട്ടത്തിലെത്തിയാൽ അത് വെറും വിപണി മത്സരം മാത്രമല്ല, മറിച്ച് ലെനിൻ വിവരിച്ച 5 സവിശേഷ സാഹചര്യങ്ങളിലേക്ക് വളരും എന്നർത്ഥം.
ആവർത്തിച്ച് പറയുകയാണ്. ഒന്നാമത്തത് ഉൽപാദനത്തിന്റെ കേന്ദ്രീകരണമാണ്. രണ്ടാമത്തത് ബാങ്ക് വ്യവസായ മൂലധനങ്ങളുടെ ലയനമാണ്, ഫിനാൻസ് മൂലധനമാണ്. മൂന്നാമത്തത് മൂലധനത്തിന്റെ കയറ്റുമതിയാണ്. നാലാമത്തത് അന്താരാഷ്ട്ര ഏകാധിപത്യ കൂട്ടുകെട്ടുകളുടെ രൂപീകരണമാണ്. അഞ്ചാമത്തത് ലോക ഭൂഭാഗങ്ങളുടെ വിഭജനമാണ്. ഈ വിശകലനം യുദ്ധങ്ങളുടെ യഥാർത്ഥ കാരണം, കോർപ്പറേറ്റുകളുടെ നിയന്ത്രണം, യുദ്ധത്തിന്റെ അനിവാര്യത, സംഘർഷങ്ങളുടെ കാരണം എന്നിവയെല്ലാം മനസ്സിലാക്കാൻ തൊഴിലാളി വർഗത്തെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ്. 1914 ഒന്നാം ലോക മഹായുദ്ധത്തെ കോർപ്പറേറ്റുകളുടെ യുദ്ധം, ലോകം വീണ്ടും പങ്കിട്ടെടുക്കാനുള്ള യുദ്ധം എന്നായിരുന്നു സഖാവ് ലെനിൻ വിശദീകരിച്ചത്. 1914 1939 ഇടയിലുള്ള ലോക സംഭവ വികാസങ്ങൾ സഖാവ് ലെനിന്റെ ഈ കാഴ്ചപ്പാട് ശരിയാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു, സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. സാമ്രാജ്യത്വം മുതലാളിത്തത്തിന്റെ പരമോന്നത ഘട്ടമെന്ന കൃതി സഖാവ് ലെനിൻ എഴുതിയിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ലോകം ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട്. ലെനിന്റെ കാലത്തെ ദേശീയ ഫിനാൻസ് മൂലധനത്തിന്റെ സ്ഥാനത്ത് ഇന്ന് അന്താരാഷ്ട്ര ഫിനാൻസ് മൂലധനം ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂലധനത്തിന്റെ കേന്ദ്രീകരണം അതിവേഗം വർദ്ധിക്കുകയാണ്. മൊണോപ്പൊളികൾ ബഹുരാഷ്ട്ര കോർപ്പറേഷനുകളായി, മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ലോകത്തെ മുഴുവൻ ഒരു വിപണിയാക്കി അവർ മാറ്റുകയാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ 100 കമ്പനികളുടെ സമ്പത്ത് ലോകത്തുള്ള മഹാഭൂരിപക്ഷം രാജ്യങ്ങളുടെയും മൊത്തം ആഭ്യന്തര ഉൽപാദനത്തെക്കാൾ, GDP-യേക്കാൾ വളരെ വലുതാണ്. ലെനിന്റെ കാലത്ത് കോളനികൾ ഭൗതികമായിട്ടായിരുന്നു വിഭജിക്കപ്പെട്ടിരുന്നത്. ഇന്ന് അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങൾ, IMF-നെയും വേൾഡ് ബാങ്കിനെയും പോലെയുള്ളവ, സ്വതന്ത്ര വ്യാപാര കരാറുകൾ, കടബാധ്യതയിൽ ഈ രാജ്യങ്ങളെ ഉൾപ്പെടുത്തുന്ന വ്യവസ്ഥകൾ എന്നിവയുടെ എല്ലാം പുതിയ കോളനിവൽക്കരണം ലോകത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര ഫിനാൻസ് മൂലധനത്തിന് അതിരുകളില്ലാത്ത, വിഭജിക്കപ്പെടാത്ത ഒരു ഭൂലോകമാണ് വേണ്ടത്, ഒരു ലോകമാണ് വേണ്ടത്. അതിനാൽ സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ ലോകത്ത് കുറഞ്ഞേക്കാം. പകരം സാമ്പത്തിക ഉപരോധങ്ങൾ, വ്യാപാര യുദ്ധങ്ങൾ, സാങ്കേതിക നിയന്ത്രണങ്ങൾ, പ്രോക്സി യുദ്ധങ്ങൾ എന്നിവയിലൂടെ മത്സരം ലോകത്ത് രൂക്ഷമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആഗോളവൽക്കരണത്തിന്റെ ഈ ഘട്ടത്തിൽ ദേശീയ ഭൂഷാസിക്ക് സ്വതന്ത്രമായി നിൽക്കാനാവാതെ അത് അന്താരാഷ്ട്ര ഫൈനാൻസ് മൂലധനവുമായി നിരന്തരമായി കൈകോർത്തുകൊണ്ടിരിക്കും. ഇത് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളിൽ ഭീമമായ അസമത്വവും, കേവല ദാരിദ്ര്യവും, പൊതുസേവനങ്ങളുടെ സ്വകാര്യവൽക്കരണവും, തൊഴിലവകാശങ്ങളുടെ നഷ്ടവും എല്ലാം സൃഷ്ടിക്കും. ഇതേ സമയം മൂലധനം കുറഞ്ഞ കൂലിക്കായി ഗ്ലോബൽ സൗത്തിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. വികസിത രാജ്യങ്ങളിലെ തൊഴിലാളികളുടെ ജീവിത നിലവാരത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്ന നിലയുണ്ടാകും. കാരണം അവരുടെ തൊഴിൽ സാധ്യതകൾ അവിടെ നഷ്ടപ്പെടും. സഖാവ് ലെനിന്റെ കാലത്തെ അപേക്ഷിച്ച് സാമ്രാജ്യത്വത്തിന്റെ രൂപങ്ങൾ ഈ നിലയിൽ മാറിയിട്ടുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അദ്ദേഹം വിവരിച്ച മൂലധന കേന്ദ്രീകരണം, കുത്തകകളുടെ ആധിപത്യം, മൂലധനത്തിന്റെ കയറ്റുമതി, ലോകവിപണിയുടെ നിയന്ത്രണം ഇവ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കൂടുതൽ ശക്തവുമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വർത്തമാനകാലത്തെ പ്രവണത. അതിനാൽ സഖാവ് ലെനിന്റെ സിദ്ധാന്തം ഇന്നും വളരെ 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 പ്രസക്തമാണ്. അത് നമ്മോട് പറയുന്നത് നവലിബറൽ ആഗോള വ്യവസ്ഥയ്ക്കുള്ളിൽ അമിതോൽപാദന പ്രതിസന്ധിക്ക് ഒരു പരിഹാരവുമില്ല എന്നാണ്. ലോകത്തുടനീളം ഫാസിസത്തിന്റെയും നവഫാസിസത്തിന്റെയും ഉയർച്ച ഈ പ്രതിസന്ധിയുടെ തന്നെ ഭാഗമാണ് എന്ന് കാണാം. ഇന്ന് തൊഴിലില്ലായ്മ, ജനാധിപത്യ അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ, ദേശീയ പരമാധികാരം എന്നിവക്കെല്ലാം വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, സോഷ്യലിസത്തിന് വേണ്ടിയുള്ള സമരവുമായി ലോകത്താകെ കണ്ണിച്ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ലോകത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. ലോകമെമ്പാടുമുള്ള അധ്വാനിക്കുന്ന ജനങ്ങളുടെ ജീവിതം ആപേക്ഷികമായും കേവലമായും വഷളാക്കുന്ന ഈ കാലഘട്ടത്തിൽ സാമ്രാജ്യത്വത്തിന്റെ ഇന്നത്തെ രൂപം, അതായത് ആഗോള ഫിനാൻസ് ആധിപത്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി പുതിയ സാഹചര്യത്തിന് അനുയോജ്യമായ പോരാട്ടങ്ങൾ രൂപപ്പെടുത്തേണ്ടത് ലോക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. അതായത് വിപ്ലവത്തിന്റെ അടിയന്തര ലക്ഷ്യം സോഷ്യലിസം തന്നെയാണ്. മാർഗങ്ങൾ മാറിയിട്ടുണ്ടെങ്കിലും, സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിലും അടിയന്തിരമായ അന്തിമമായ ലക്ഷ്യം സോഷ്യലിസം തന്നെയാണെന്നുള്ളതിൽ
ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. വ്ളാഡിമിർ ഇലിച്ച് ലെനിൻ മാർക്സിസത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്വത്തെ സംബന്ധിച്ച സിദ്ധാന്തം. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പരീക്ഷണമായി കരുതപ്പെടുന്ന സോവിയറ്റ് യൂണിയന്റെ സ്ഥാപകൻ മാത്രമല്ല അദ്ദേഹം, ലോകത്തെ മനസ്സിലാക്കുന്നതിനും മാറ്റുന്നതിനുമുള്ള ഒരു ശാസ്ത്രീയ ഉപകരണമായി മാർക്സിസത്തെ വികസിപ്പിച്ചെടുത്ത സൈദ്ധാന്തികൻ കൂടിയാണ്. ദുർബല കണ്ണി എന്ന ആശയത്തിലൂടെയും പിന്നണി രാജ്യങ്ങളിലെ വിപ്ലവ സാധ്യതകൾ വിശകലനം ചെയ്തതിലൂടെയും ലോക വിപ്ലവത്തിന്റെ ചക്രവാളം അദ്ദേഹം വിപുലപ്പെടുത്തുകയായിരുന്നു. ഹെഗലും യൂറോ കേന്ദ്രീകൃത ചരിത്രവാദവും ചരിത്രമില്ലാത്തവർ എന്ന് മുദ്രകുത്തിയ കോളനി രാജ്യങ്ങളിലെ ജനതയെ ലോക വിപ്ലവത്തിന്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു സഖാവ് ലെനിൻ ചെയ്തത്. മുതലാളിത്തത്തിന്റെ തകർച്ച അതിന്റെ ഉൽപാദനക്ഷമത നിലനിച്ചതുകൊണ്ടല്ല, മറിച്ച് അത് സാമൂഹികമായി പഴഞ്ചനായതുകൊണ്ടാണ് എന്ന അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. സാങ്കേതിക വിദ്യ അതിവേഗം വികസിക്കുന്ന ഇന്നത്തെ കാലത്തും ലെനിന്റെ ഈ കാഴ്ചപ്പാട് ഏറ്റവും പ്രസക്തം തന്നെയാണ്. പ്രത്യേകിച്ച് സാമ്രാജ്യത്വം മുതലാളിത്തത്തിന്റെ പരമോന്നത ഘട്ടമെന്ന കൃതി ഇന്നും ലോകത്തെ വിശകലനം ചെയ്യാനും മാറ്റത്തിനായി പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു വിളക്കുമാടമായി നിലകൊള്ളുന്ന പുസ്തകമാണ്. ഇത് വെറും ഒരു ചരിത്ര പുസ്തകമല്ല, മറിച്ച് തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിനുള്ള ഒരു ആയുധമാണ്. ലോകം മാറിയിരിക്കുന്നു, മൂലധനത്തിന്റെ രൂപങ്ങൾ മാറിയിരിക്കുന്നു, എന്നാൽ ചൂഷണവും അസമത്വവും യുദ്ധഭീഷണിയും അവസാനിച്ചിട്ടില്ല. അതിനാൽ ലെനിന്റെ സിദ്ധാന്തങ്ങളെ പുതിയ കാലഘട്ടത്തിൽ വികസിപ്പിക്കേണ്ടതും പോരാട്ടങ്ങൾക്കായി ഉപയോഗിക്കേണ്ടതും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഐക്യവും പോരാട്ടവും ശക്തിപ്പെടുത്തേണ്ടതും നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. സഖാവ് ലെനിൻ പറഞ്ഞതുപോലെ മാർക്സിസത്തിന്റെ ശക്തി അത് സത്യമാണ് എന്നതാണ്. സഖാവ് ലെനിന്റെ സാമ്രാജ്യത്വത്തെ കുറിച്ചുള്ള സിദ്ധാന്തത്തിന്റെ കാര്യത്തിലും ഇതു തന്നെയാണ് ശരി. സഖാവ് ലെനിന്റെ സിദ്ധാന്തത്തിന്റെ ശക്തി എന്നത് അത് സത്യമാണ് എന്നത് തന്നെയാണ്.